നമസ്കാരം. KTCയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അനാമത്ത് രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഫോറിൻ നമ്പർ. നമ്മൾ അനാമത്ത് രജിസ്റ്റർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അനാമത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത് ട്രഷറി ബാലൻസിൽ പെടാത്തതും എന്നാൽ ട്രഷറി സ്ട്രോങ് റൂമിൽ ഉള്ളതുമായ വാല്യൂബിൾസ് ആണ് ശരിക്കും അനാമത്ത് എന്ന് പറയുന്നത്. ആ അനാമത്ത് രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഫോറിൻ നമ്പർ എത്രയാണ്? അനാമത്ത് രജിസ്റ്ററിന്റെ ഫോറിൻ നമ്പർ TR19 ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അനാമത്ത് അല്ലാത്തത്? അനാമത്ത് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. കാഷ് ചെസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പണം 1, ട്രഷറിയുടെ സ്ഥിരമായ അഡ്വാൻസ്, പൊതുജനങ്ങളുടെ നിക്ഷേപം. അപ്പോൾ പൊതുജനങ്ങളുടെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓപ്ഷൻ അനാമത്ത് അല്ല. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പൊതു ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തത്? ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആ പണത്തിനാ ശരിക്കും എന്ത് നമ്മൾ പറയുന്നത്? അനാമത്ത് എന്ന് പറയുന്നത്. ക്യാഷ് ചെസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പണം, ക്യാഷ് ചെസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പണം ഒരു ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തതല്ല. പെർമനന്റ് അഡ്വാൻസിന്റെ ബാലൻസ് അല്ല. ട്രഷറി ഇടപാടിനായി തുറന്നിട്ടില്ലാത്തപ്പോൾ ലഭിക്കുന്ന പണം, അതാണ് ശരിക്കും ട്രഷറി ബാലൻസിൽ പെടാത്തത്. ട്രഷറി ഇടപാടിനായി ട്രഷറി തുറന്നിട്ടില്ലാത്തപ്പോൾ, ആ ഇടപാടിനായി തുറന്നിട്ടില്ലാത്തപ്പോൾ ലഭിക്കുന്ന പണമാണ് പൊതു ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പണമടച്ച ഒരു ചെലാൻ നഷ്ടപ്പെട്ടാൽ ട്രഷറി ഓഫീസർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരു ചെലാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്താ ട്രഷറി ഓഫീസർക്ക് അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ചെലാൻ കൊടുക്കാൻ പറ്റില്ല, കോപ്പി ഓഫ് ദ ചെലാൻ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും. പണമടച്ചതിന്റെ ഉത്തരം ഇതാണ്. പണമടച്ചതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകാം. ഇന്ന ഡേറ്റിൽ ഇന്ന ആള് ഇത്ര രൂപ അടച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകാം. അടുത്ത ചോദ്യം, സ്വകാര്യ വ്യക്തി സർക്കാർ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുന്നതിനുള്ള നടപടിക്രമം വ്യക്തമാക്കുന്ന റൂൾ ഏതാണ്? KTCയിലെ റൂൾ. സ്വകാര്യ വ്യക്തി സർക്കാർ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുന്നതിനുള്ള നടപടിക്രമം വിശദമാക്കുന്ന റൂൾ. റൂൾ 124 KTC വോളിയം 1. റൂൾ 124 KTC വോളിയം 1. അടുത്ത ചോദ്യം, റവന്യൂ ഡിപ്പോസിറ്റുകളുടെയോ സിവിൽ ക്രിമിനൽ കോടതി നിക്ഷേപങ്ങളുടെയോ പേയ്മെന്റുകൾക്കൊപ്പം വരുന്ന ചെലാനുകൾ ക്രമമായി നമ്പറിട്ടിരിക്കും. റവന്യൂ ഡിപ്പോസിറ്റ് അല്ലെ സിവിൽ കോടതി നിക്ഷേപങ്ങൾ, അതിന്റെ പേയ്മെന്റിന്റെ ഒപ്പം ചെലാനും വരും. അതിനെന്ത് എങ്ങനെ നമ്പർ ഇട്ടിരിക്കും എന്നാണ് ചോദ്യം. അതായത് വീക്കിലി സീരിയൽ നമ്പർ ആണോ, ക്വാർട്ടർലി സീരിയൽ നമ്പർ ആണോ, പിന്നെ ഹാഫ് ഇയർലി സീരിയൽ നമ്പർ ആണോ, ആനുവൽ സീരിയൽ നമ്പർ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നത് ഇത് 1 വർഷം സീരിയലായിട്ട് ഈ നമ്പർ കൊടുത്തിട്ടാണ്. സെപ്പറേറ്റ് ആനുവൽ എന്നാണ് ആൻസർ. പ്രത്യേക വാർഷികം. അപ്പൊ വാർഷിക നമ്പറാ കൊടുക്കുക. അപ്പോൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ക്രമമായി നമ്പർ ഇട്ടിരിക്കും. ഏതിനൊക്കെ? റവന്യൂ ഡിപ്പോസിറ്റുകളുടെയോ സിവിൽ ക്രിമിനൽ കോടതി നിക്ഷേപങ്ങളുടെയോ പേയ്മെന്റുകൾക്കൊപ്പം വരുന്ന ചെലാനുകൾ. അടുത്ത ചോദ്യം, ചട്ടമനുസരിച്ച് ഓരോ DDOയും ക്യാഷ് റെസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച്ഡ് രജിസ്റ്റർ വെച്ച് പോരേണ്ടതുണ്ട്. ഓരോ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറും DDOയും ക്യാഷ് റെസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച്ഡ് രജിസ്റ്റർ വച്ച് പോരേണ്ടതുണ്ട്. ഇത് ചട്ടം ഏതാണ്? ക്യാഷ് റെസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച്ഡ് രജിസ്റ്റർ വെച്ച് പോരേണ്ടതുണ്ട് എന്ന് പറയാം. ആരാണ് ഇത് വെച്ച് പോരേണ്ടത്? ക്യാഷ് റെസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട DDO ആണ്. അത് KTCയിലെ ഏത് റൂളിലാണ് പറയുന്നതെന്നാണ് ചോദ്യം. റൂൾ 131D KTC വോളിയം 1 ആണ്. അടുത്ത ചോദ്യം,
റൂൾ 131A KTC വോളിയം 1 അനുസരിച്ച് 131A ആണ് അനുസരിച്ച് ചോദ്യമാണ് കേട്ടോ, കഴിഞ്ഞതിന്റെ ഉത്തരമല്ല. കഴിഞ്ഞതിന്റെ ഉത്തരം ക്യാഷ് റെസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള പറയുന്ന റൂൾ 131D ആണ് KTC വോളിയം 1. ഇനി അടുത്ത ചോദ്യമാണ്, റൂൾ 131A KTC വോളിയം 1 അനുസരിച്ച് പണം എണ്ണിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഡാഷ് തീയതി രേഖപ്പെടുത്തി ഒപ്പിടും. അയാള് പണം എണ്ണി തിട്ടപ്പെടുത്തി ഈ ക്യാഷ് ചെസ്റ്റിൽ, അതായത് ഗവൺമെന്റ് പണം സൂക്ഷിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് പറഞ്ഞത്. ഗവൺമെന്റ് പണം സൂക്ഷിക്കുന്നത് എല്ലാ ഓഫീസുകളിലും ഒരു ക്യാഷ് ചെസ്റ്റ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൂട്ടി താക്കോല് റെഡിയായി സൂക്ഷിച്ചിരിക്കണം. ആ ക്യാഷ് ചെസ്റ്റിൽ കൃത്യമായി പണം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, അവിടെ ട്രഷറിയിൽ അടയ്ക്കാത്ത പണം ഉണ്ടെങ്കിൽ അത് അവിടെ ആ ക്യാഷ് ചെസ്റ്റിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അതിനുശേഷം ഈ പണം എണ്ണി ക്യാഷ് ചെസ്റ്റിൽ വെച്ച ഉദ്യോഗസ്ഥൻ തീയതി രേഖപ്പെടുത്തി ഒരു ഒപ്പിട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കുക. ആ സാധനത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചത്. അതിന്റെ പേരാണ് മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ. പണം എണ്ണിയ ഉദ്യോഗസ്ഥൻ റൂൾ 131A പ്രകാരം പറഞ്ഞ പ്രകാരം പണം എണ്ണിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ക്യാഷ് ചെസ്റ്റിൽ വെക്കുന്ന പണം എണ്ണിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ മെമ്മോറാണ്ടം ഒപ്പിട്ട്, തീയതി വെച്ച് ഒപ്പിട്ട് അതിനകത്ത് ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്താ അതിന്റെ ഒരു മലയാളം എന്ന് പറയുന്നത് സ്ഥിരീകരണ മെമ്മോറാണ്ടം. അത് ഈ പണം ഇത്ര തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു മെമ്മോറാണ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. പണം എണ്ണി തിട്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ തീയതി വെച്ച് ഒപ്പിടണം. ഈ കാര്യം പറയുന്ന റൂള്. ഇത് തിരിച്ചായിപ്പോയി. ഞാൻ ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യങ്ങൾ എടുത്തപ്പോൾ അതും കൂടി കിട്ടിയതാണ്, തിരിച്ച് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന KTCയിലെ റൂളാണ് റൂള് 131A എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ട്രഷറിയുടെ ക്യാഷ് ബാലൻസ് താഴെ പറയുന്ന രീതിയിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നു. ട്രഷറിയുടെ ക്യാഷ് ബാലൻസ് സ്ട്രോങ് റൂമിൽ എങ്ങനെയാ സൂക്ഷിച്ചിരിക്കുന്നത്? ഡബിൾ ലോക്ക് സിസ്റ്റത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഉത്തരം ഡബിൾ ലോക്ക് സിസ്റ്റമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡബിൾ ലോക്ക് സിസ്റ്റമാണ്. ഇനി അടുത്ത ചോദ്യം, ട്രഷറിയുടെ ഭൂരിഭാഗവും ഓരോ ബാലൻസും സാധാരണ അറിയപ്പെടുന്നത്. ട്രഷറി ക്യാഷ് ബാലൻസ് എങ്ങനെയാ അറിയപ്പെടുന്നതിന് ഒരു വാക്കുണ്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ട്രഷറി ക്യാഷ് ബാലൻസ് അറിയപ്പെടുന്നത് അതിതാണ്. ഒന്നുകിൽ പ്രധാന സ്റ്റോർ, മെയിൻ സ്റ്റോർ. മെയിൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഷറി ക്യാഷ് ബാലൻസിന് പറയുന്ന മറ്റൊരു പേരാണ്. അത് സാധാരണ ട്രഷറി ക്യാഷ് ബാലൻസ് അറിയപ്പെടുന്നത് മെയിൻ സ്റ്റോർ എന്നാണ്, പ്രധാന സ്റ്റോർ. അല്ലെങ്കിൽ ഡബിൾ ലോക്ക് ബാലൻസ്. ഡബിൾ ലോക്ക് ബാലൻസ് എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ്? ട്രഷറി ബാലൻസ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ രണ്ട് പേരിലാണ് ട്രഷറി ക്യാഷ് ബാലൻസ് അറിയപ്പെടുന്നത്. നമ്മൾ കേൾക്കാത്ത ഒരു വാക്കാണ്, അത് ശ്രദ്ധിക്കുക. മെയിൻ സ്റ്റോർ, ഒന്നുകിൽ മെയിൻ സ്റ്റോർ അല്ലെങ്കിൽ പ്രധാന സ്റ്റോർ, അല്ലെങ്കിൽ ഇരട്ട ലോക്ക് ബാലൻസ്, ഡബിൾ ലോക്ക് ബാലൻസ്. ഓക്കെ, ട്രഷറി ക്യാഷ് ബാലൻസിന് പറയുന്ന അറിയപ്പെടുന്ന മറ്റ് രീതിയിൽ അറിയപ്പെടുന്നതാണ് ഈ പറഞ്ഞത്. അടുത്ത ചോദ്യം, ട്രഷറി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഗവൺമെന്റിന്റെ ക്യാഷ് ബാലൻസിന്റെ ഭാഗമായി ഒരു ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം ഗവൺമെന്റിന്റെ ക്യാഷ് ബാലൻസ് തന്നെയാണ്. ശരിക്കും അതിന്റെ ഓരോ ട്രഷറികളിലെയും ക്യാഷ് ബാലൻസിന്റെ കൺസോൾട്ടേഷൻ ആണ് ശരിക്കും ഗവൺമെന്റ് ക്യാഷ് ബാലൻസ് എന്ന് പറയും. അതുകൊണ്ട് ഉത്തരം എന്താണ്? ട്രഷറി ബാലൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ക്യാഷ് ബാലൻസിന്റെ ഭാഗമായി ഒരു ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പണമാണ് ട്രഷറി ബാലൻസ് എന്ന് പറയുന്നു. ഇനി ഡബിൾ ലോക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ലോക്ക് ബാലൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞതാ. ഡബിൾ ലോക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷറിയുടെ ക്യാഷ് ബാലൻസിനെ പറയുന്നതാണ് ഡബിൾ ലോക്ക് ബാലൻസ് എന്ന്. അടുത്ത ചോദ്യം, ആരൊക്കെയാണ് ഡബിൾ ലോക്ക് ഓഫീസർമാർ?
ഇരട്ടപ്പൂട്ട് സൂക്ഷിക്കേണ്ട, അതിന്റെ താക്കോല് സൂക്ഷിക്കേണ്ട ഓഫീസർമാർ ആരൊക്കെയാണ്? അത് ഒന്ന് ട്രഷറി ഓഫീസറും മറ്റൊന്ന് ചീഫ് ട്രഷററുമാണ്. ഈ രണ്ട് ചോദ്യം നമ്മൾ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഡബിൾ ലോക്ക് ഓഫീസർമാരെന്ന് പറയുന്നത് ട്രഷറി ഓഫീസറും ചീഫ് ട്രഷററുമാണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ട്രഷറിയുടെ കറൻസി ചെസ്റ്റിലെ ആസ്തികൾ ആരുടെ പ്രോപ്പർട്ടിയാണ്? ട്രഷറിയുടെ കറൻസി ചെസ്റ്റിലുള്ള ആസ്തി എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടിയാണ്? നമുക്കറിയാം, കറൻസി ചെസ്റ്റിലെ ആസ്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ട്രഷറികളിലെ സുരക്ഷാ ഭടന്മാരുടെ സ്ഥാനവും എണ്ണവും സംബന്ധിച്ച ഉത്തരവ് നൽകേണ്ടത് ആരാണ്? നമുക്കറിയാം, സുരക്ഷാ ഭടന്മാർ പോലീസാണ്. ആ പോലീസ് എവിടെ നിൽക്കണം, ആരൊക്കെ വേണം, ഏതൊക്കെ ദിവസങ്ങളിൽ ആരൊക്കെ, ഇതൊക്കെ ഉത്തരവിടേണ്ടത് ജില്ലാ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. സൂപ്രണ്ട് ഓഫ് പോലീസാണ്, SP ആണ് ഈ ഉത്തരവ് ഇടേണ്ടത്. അടുത്ത ചോദ്യം, ട്രഷറി സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആരാണ്? ട്രഷറി സ്ട്രോങ് റൂം ഓക്കെ ആണ്, അത് ഫിറ്റ് ആണ്, സ്യൂട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഇതാണ്, പൊതുമരാമത്ത് വകുപ്പിലെ PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ റാങ്കിന് താഴെയല്ലാത്ത ഓഫീസർ. അപ്പൊ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മതി, അല്ലെങ്കിൽ അതിന് മേലെയുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് ഇതിന്റെ ട്രഷറി സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ് നൽകേണ്ടത്. അടുത്ത ചോദ്യം, ട്രഷറി പാഡ്ലോക്ക് കേടായാൽ ട്രഷറി ഓഫീസർ എന്ത് നടപടി സ്വീകരിക്കണം? ട്രഷറി പാഡ്ലോക്ക് കേടായാൽ ട്രഷറി ഓഫീസർ എന്ത് നടപടി സ്വീകരിക്കണം? ആൻസർ, പാഡ്ലോക്ക് PWD റീജിയണൽ വർക്ക്ഷോപ്പിൽ അയച്ചു കൊടുക്കണം. ഞാൻ ആ ക്ലാസ് വിശദമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ട്രഷറിയുടെ പാഡ്ലോക്ക് കേടായി കഴിഞ്ഞാൽ ലോക്കലായിട്ട് ഒരാളെ കൊണ്ട് റിപ്പയർ ചെയ്യിക്കാൻ പാടില്ല. കൊല്ലനെ കൊണ്ടോ മല്ല വർക്ക്ഷോപ്പിലോ അല്ല നമ്മുടെ അടുത്ത വെൽഡിംഗ് ഷോപ്പിലോ ഇവിടെ ഒന്നും ചെയ്യിക്കാൻ പാടില്ല. നേരെ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? പാഡ്ലോക്ക് PWD റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കണം. അടുത്ത ചോദ്യം, ക്യാഷ് ബാലൻസ്, സ്റ്റാമ്പ്സ് എന്നിവയ്ക്ക് ട്രഷറി ഓഫീസറുമായി കൂട്ടുത്തരവാദിത്തം ആർക്കാണ്? ക്യാഷ് ബാലൻസ്, സ്റ്റാമ്പ് എന്നിവയ്ക്ക് ട്രഷറി ഓഫീസറുമായി കൂട്ടുത്തരവാദിത്തം ആർക്കാണ്? ട്രഷറർക്കാണ്. ട്രഷറർക്കാണ്. അടുത്ത ചോദ്യം, ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് ആരാണ്? നമ്മൾ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് മേലേക്ക് അയക്കേണ്ടതുണ്ട്. ട്രഷറി ഡയറക്ടർക്ക്, AGക്ക്, ഗവൺമെന്റിന്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ നമ്മൾ ഈ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് അയക്കേണ്ടതുണ്ട്. അതിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഓരോ ട്രഷറിയിലുള്ള ഓഫീസർക്കാണ്. ഉത്തരം, ട്രഷറി ഓഫീസർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. കാരണം അയാളാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബാലൻസ് കൺസിസ്റ്റ് ഓഫ്. കറൻസി ചെസ്റ്റ് ബാലൻസിൽ എന്തടങ്ങിയിരിക്കുന്നു? അതാണ് ചോദ്യം. ഉത്തരം, നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ. ഇപ്പോ സർക്കുലേഷനിലല്ലാത്ത നോട്ടുകളാണ് കറൻസി ചെസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. സ്റ്റോക്ക് പണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോ സർക്കുലേഷനിലല്ലാത്ത നോട്ടുകളാണ് കറൻസി ചെസ്റ്റ് ബാലൻസിൽ, ട്രഷറി ബാലൻസിൽ അല്ല കേട്ടോ, കറൻസി ചെസ്റ്റ് ബാലൻസിൽ അടങ്ങിയിരിക്കുന്നത്. നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ, അതാണ് ഉത്തരം. നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബുക്ക് എത്ര കാലം സൂക്ഷിക്കണം? നമുക്കറിയാം, കറൻസി ചെസ്റ്റിന്റെ ഒപ്പം ഒരു കറൻസി ചെസ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കറൻസി ചെസ്റ്റ് ബുക്ക് എത്ര കാലം സൂക്ഷിക്കണം? അത് കഴിഞ്ഞാൽ നശിപ്പിക്കാം. 3 വർഷം സൂക്ഷിച്ചാൽ മതി. നമുക്ക് ഓഫീസുകളിലെ മിക്കവാറും രജിസ്റ്ററുകളുടെ കാലാവധി 3 വർഷം കഴിഞ്ഞാൽ നശിപ്പിക്കാമെന്നാണ്. അല്ലാത്തതുകൊണ്ട് 20 വർഷമൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാതെ പൊതുവെ ഒരുപാട് എണ്ണം 3 വർഷം. ഇവിടെയും കറൻസി ചെസ്റ്റ് ബുക്കും
3 വർഷം സൂക്ഷിച്ചാൽ മതി. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബുക്ക് ഫോറൻ നമ്പർ എത്രയാണ്? നമുക്കറിയാം കറൻസി ചെസ്റ്റിനോടൊപ്പം ഒരു കറൻസി ചെസ്റ്റ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ട്രഷറികൾ. അവിടെ ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏത് ഫോർമാറ്റിലാണ്? ഫോറം എത്രയാണ്? കറൻസി ചെസ്റ്റ് ബുക്കിന്റെ ഫോറം എത്രയാണ്? ഉത്തരം TR37. TR37 കറൻസി ചെസ്റ്റ് ബുക്കിന്റെ നമ്പർ. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബാലൻസ് വേരിഫൈ ചെയ്യുന്നത് ആരാണ്? കറൻസി ചെസ്റ്റ് ബാലൻസ് വേരിഫൈ ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് കറൻസി ചെസ്റ്റ് ബാലൻസ് വേരിഫൈ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബാലൻസ് പരിശോധിച്ച് അത് ഉറപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉറപ്പിക്കുന്നത് പറയുന്ന റൂൾ ഏതാണ്? കറൻസി ചെസ്റ്റ് ബാലൻസ് പരിശോധിച്ചുറപ്പിക്കുന്നതിനുള്ള റൂൾ ഏതാണ്? റൂൾ 153 ആണ്. റൂൾ 153 ആണ് അതിനുള്ള റൂൾ. അടുത്ത ചോദ്യം, സ്റ്റാമ്പ് പേപ്പറിന്റെയും മറ്റ് സ്റ്റാമ്പുകളുടെയും സ്റ്റോക്ക് എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? ഞാൻ പറഞ്ഞു, ഒരു ജില്ലയിലേക്ക് ആവശ്യമുള്ള സ്റ്റാമ്പുകളും സ്റ്റാമ്പ് പേപ്പറുകളും ട്രഷറിയിലെത്തിയാൽ, ജില്ലാ ട്രഷറിയിലെത്തിയാൽ അതിന്റെ ആ ഒരു സ്റ്റോക്ക് ബൾക്ക് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവുക. ആ ബൾക്ക് സ്റ്റോക്ക് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം ഡബിൾ ലോക്ക് സ്ട്രോങ് റൂമിലാണ്. ഡബിൾ ലോക്ക് സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ എല്ലാ കറൻസി ചെസ്റ്റുകളുടെയും അക്കൗണ്ട് പരിപാലിക്കുന്നത്, സംസ്ഥാനത്തെ എല്ലാ കറൻസി ചെസ്റ്റുകളുടെയും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? കറൻസി ചെസ്റ്റിന്റെ കൺട്രോളർ ഞാൻ പറഞ്ഞിരുന്നു. കറൻസി ചെസ്റ്റിന്റെ കൺട്രോളർ റിസർവ് ബാങ്ക് ആണ്. നമ്മുടെ കറൻസി സംസ്ഥാനത്ത് കേരളത്തിലെ കറൻസി ചെസ്റ്റുകളുടെ ഒക്കെ ഒരു അക്കൗണ്ട് സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ഓഫീസാണ്. ചെന്നൈയിലുള്ള കറൻസി ഓഫീസ്, നമ്മുടെ കറൻസി ഓഫീസർ ചെന്നൈയിലാണ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ഓഫീസിലാണ് നമ്മുടെ കറൻസി ഓഫീസർ ഉള്ളത്. അപ്പൊ ഉത്തരം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെന്നൈ ആണ് സംസ്ഥാനത്തെ എല്ലാ കറൻസി ചെസ്റ്റുകളുടെയും അക്കൗണ്ട് പരിപാലിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുരക്ഷിത കസ്റ്റഡിക്കായി ട്രഷറിക്ക് ലഭിച്ചേക്കാവുന്ന ഇനങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റൂള്. ഇന്ന ഇനങ്ങൾ സേഫ് കസ്റ്റഡിക്കായിട്ട് ട്രഷറി ഡബിൾ ലോക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാം. ആ ലിസ്റ്റ് KTCയിൽ ഏത് റൂളിലാണ് പറയുന്നത്? ആ ഇനങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റൂൾ ഏതാണ്? സുരക്ഷിത കസ്റ്റഡിക്കായി, സേഫ് കസ്റ്റഡിക്കായി ട്രഷറിയിൽ ലഭിച്ചേക്കാവുന്ന ഇനങ്ങൾ, അത് റൂൾ 157 KTC വോളിയം 1 ആണ്. 157 റൂള് 157 KTC വോളിയം 1. അടുത്ത ചോദ്യം, എങ്ങനെയാണെങ്കിൽ മാത്രമേ വിലയേറിയ വസ്തുക്കൾ അടങ്ങിയ പാക്കറ്റുകൾ ട്രഷറി സേഫ് കസ്റ്റഡിയിലേക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ? ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ട്രഷറി സുരക്ഷിത കസ്റ്റഡിക്കായിട്ട് ട്രഷറിക്ക് ലഭിച്ചേക്കാവുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ പാക്കറ്റുകൾ ആയിട്ട്. ആ ഐറ്റംസ് പക്ഷേ ട്രഷറി ഓഫീസർ സ്വീകരിക്കണമെങ്കിൽ എങ്ങനെയുള്ളവയായിരിക്കണം? അത് പ്രോപ്പർലി സീൽ ചെയ്തിട്ടുണ്ടാവണം. ആ പാക്കറ്റ്, ആ കൊണ്ടുവരുന്ന ലിസ്റ്റിലുള്ള ഇനങ്ങളാണെങ്കിൽ പോലും ആ പാക്കറ്റ് പ്രോപ്പർലി സീൽഡ് ആയിരിക്കണം. ശരിയായി മുദ്ര വെച്ച് തന്ന പാക്കറ്റുകൾ മാത്രമേ സേഫ് കസ്റ്റഡിയിലേക്ക് എടുക്കാൻ പാടുള്ളൂ ട്രഷറി ഓഫീസർ. അടുത്ത ചോദ്യം, അപ്പൊ ഉത്തരം എന്താ? എങ്ങനെയുള്ള സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ പ്രോപ്പർലി സീൽഡ്, അതാണ് ആൻസർ. പ്രോപ്പർലി സീൽഡ്. അടുത്ത ചോദ്യം, an unsealed packet of valuables, ട്രഷറി ഓഫീസർ ട്രഷറി സേഫ് കസ്റ്റഡിയിലേക്ക് സ്വീകരിച്ചു. ഒരു സീല് ചെയ്യാത്ത പാക്കറ്റ്, വാല്യുബിൾസിന്റെ സീല് ചെയ്യാത്ത ഒരു പാക്കറ്റ്, അതായത് അൺസീൽഡ് പാക്കറ്റ് ട്രഷറി ഓഫീസർ എന്ത് ചെയ്തു? ട്രഷറി സേഫ് കസ്റ്റഡിയിലേക്ക് സ്വീകരിച്ചു. കമന്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കമന്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. ട്രഷറി ഓഫീസർ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. അൺസീൽഡ് ആയിട്ടുള്ള ഒരു വാല്യുബിൾസും ട്രഷറി ഓഫീസർ സ്വീകരിക്കാൻ പാടില്ല.
അപ്പോ എന്താ കമന്റ്? നമ്മളുടെ കമന്റ് എന്താ? ട്രഷറി ഓഫീസറുടെ നടപടി തെറ്റാണ് എന്നാണ് കമന്റ്. റൂൾ 158 1 KTC വോളിയം 1 പ്രകാരം ഉത്തരം ഇതാണ്. റൂൾ 158 1 KTC വോളിയം 1 പ്രകാരം ട്രഷറി ഓഫീസറുടെ നടപടി തെറ്റാണ്. അൺസീൽഡ് പാക്കറ്റ് ഒരിക്കലും യാതൊരു കാരണവശാലും വെദർ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ് ആസ് പെർ KTC അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അൺസീൽഡ് പാക്കറ്റ്, വാല്യുബിൾസിന്റെ അൺസീൽഡ് പാക്കറ്റ് യാതൊരു കാരണവശാലും ട്രഷറി ഓഫീസർ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് റൂൾ 158 1 പ്രകാരം ട്രഷറി ഓഫീസറുടെ നടപടി തെറ്റാണ് എന്നതാണ് കമന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് ഫോറത്തിലാണ് സേഫ് കസ്റ്റഡി രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്? അപ്പൊ നമ്മൾ ഈ സേഫ് കസ്റ്റഡിയിൽ ട്രഷറിയിലെ ഡബിൾ ലോക്ക് സേഫ് കസ്റ്റഡിയിൽ സ്ട്രോങ് റൂമിലേക്ക് ഇത്തരത്തിലുള്ള വാല്യുബിൾസ് വന്നാൽ അതിനൊരു രജിസ്റ്റർ ഉണ്ട്. അതിന് നമ്മൾ സേഫ് കസ്റ്റഡി രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ആ സേഫ് കസ്റ്റഡി രജിസ്റ്റർ എത്ര നമ്പർ ഫോറത്തിലാണ് സൂക്ഷിക്കേണ്ടത്? ആ ഫോറം നമ്പർ TR 28 ആണ്. TR 28. അടുത്ത ചോദ്യം. ട്രഷറികളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് അവകാശികളില്ലാതെ എത്ര വർഷത്തിന് ശേഷം ഡിസ്പോസ് ചെയ്യാം? നമ്മൾ പഠിച്ചതാണ്. ട്രഷറികളിൽ 25 വർഷം ആയിട്ട് സൂക്ഷിക്കുകയും അതിനുശേഷം അവകാശികളില്ലാത്തതായാൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി അവകാശികൾ വന്നിട്ടില്ല എങ്കിൽ പരസ്യമായി ലേലം ചെയ്യാം. ലേലം ചെയ്യാനെങ്കിൽ 25 വർഷം ആ ആർട്ടിക്കിൾസ് ട്രഷറിയിലുള്ളതാണെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ആൻസർ 25 വർഷം എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം. 25 വർഷത്തിന് ശേഷം അവകാശികളില്ലാത്ത ട്രഷറിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് പൊതുലേലം വഴി വിൽക്കുമ്പോൾ ലഭിക്കുന്ന പണം എവിടെ ക്രെഡിറ്റ് ചെയ്യും? ഇങ്ങനെ 25 വർഷമായിട്ട് ആരുമില്ല, അവകാശികളില്ല, അത്തരത്തിലുള്ള വാല്യുബിൾസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി പൊതുലേലം വിളിച്ച് വിറ്റ് അതിന്റെ പണം കിട്ടിക്കഴിഞ്ഞാൽ പണം ട്രഷറി എവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന ചോദ്യം. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ട്രഷറിയുടെ മിസലേനിയസ് റെസീറ്റ് ഓഫ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ മിസലേനിയസ് റെസീറ്റിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ട്രഷറി സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുള്ള സീൽ ചെസ്റ്റുകളും പാക്കറ്റുകളും ട്രഷറി ഓഫീസർ എപ്പോഴൊക്കെ വെരിഫൈ ചെയ്യണം? ഈ സേഫ് കസ്റ്റഡിയിൽ, ട്രഷറിയുടെ സേഫ് കസ്റ്റഡിയിൽ കുറേ ചെസ്റ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും, സീല് ചെയ്ത കുറേ ചെസ്റ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും, സീല് ചെയ്ത കുറേ പാക്കറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞ ഇടയ്ക്ക് അത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആര്? ഇതൊക്കെ അവിടൊക്കെ തന്നെ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരാണ് വെരിഫൈ ചെയ്യേണ്ടത്? എപ്പോഴാണ് വെരിഫൈ ചെയ്യേണ്ടത്? ഇടയ്ക്കിടെ ചെയ്യണം. 6 മാസത്തിൽ കൂടാത്ത ഇടവേളകളിൽ ഒരിക്കൽ, 6 മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായും ട്രഷറി ഓഫീസർ ഇത്തരത്തിൽ ട്രഷറി സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെസ്റ്റുകളും പാക്കറ്റുകളും വെരിഫൈ ചെയ്യണം. ആൻസർ 6 മാസം എന്നാണ് നമുക്ക് പറയാം. മാക്സിമം 6 മാസത്തിന്റെ ഇടവേളയിൽ. അടുത്ത ചോദ്യം. ഒരു ബില്ലോ ഡോക്യുമെന്റോ വൗച്ചറായി മാറുന്നത് എപ്പോൾ? ഒക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒരു ബില്ലോ ഡോക്യുമെന്റോ എപ്പോഴാ വൗച്ചറാകുക? അത് പേയ്മെന്റിനായിട്ട് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് എന്തായി മാറി? ഒരു വൗച്ചറായി മാറി. അല്ലെങ്കിൽ ബില്ലിന് പുറത്ത് നമ്മൾ ഒരു പെയ്ഡ് സീൽ അടിച്ചാൽ മതി. ആ പെയ്ഡ് സീൽ എന്ന് പറഞ്ഞാൽ തന്നെ പണം ഓക്കെ ആയി. അത്തരം സാഹചര്യത്തിൽ ആ ബില്ല് ഒരു വൗച്ചറായി മാറും. അപ്പോൾ പണത്തിനു പകരമുള്ള ഒരു വൗച്ചറാണ് ഇപ്പോ ആയിരിക്കുന്നത്, പെയ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ. അതാണ് ഇവിടെ ഉത്തരം. പേയ്മെന്റിനായി ബില്ല് പാസ്സാക്കുമ്പോൾ എന്തായി? ബില്ലും ഡോക്യുമെന്റും ഒക്കെ വൗച്ചറായി മാറും. അടുത്ത ചോദ്യം. The period of verification by the treasury officer of articles deposited for safe custody is?
സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ആർട്ടിക്കിൾസിന്റെ വേരിഫിക്കേഷൻ ട്രഷറി ഓഫീസർ എത്ര കാലത്ത് നടത്തണം? 6 മാസത്തിൽ ഒരിക്കൽ നടത്തണം. ഉത്തരം 6 മാസം എന്നാണ്. അടുത്ത ചോദ്യം, ദ പ്രൊട്ടക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഇൻ എ ബിൽ ഷാൽ ബി റെക്കോർഡഡ് ഇൻ. പ്രൊട്ടക്റ്റീവ് എൻഫോഴ്സ്മെന്റ്, ഞാൻ നേരത്തെ ബില്ല് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, അവിടെ ബില്ലിൽ നമ്മൾ ബിലോ റുപ്പീസ് എന്ന് പറഞ്ഞു ഒരു പ്രൊട്ടക്ഷൻ നോട്ട് എഴുതാറുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടിന്റെ തൊട്ട് മേലെയുള്ള 1 രൂപ പ്ലസ് ഇട്ട് എഴുതും. 5000 രൂപയാണ് ബിലോ RS 5001 എന്നാണ് എഴുതുക. അത് ഏത് മഷിയിൽ എഴുതണമെന്നാണ്? അത് റെഡിങ്കിൽ എഴുതണമെന്നാണ്. റെഡിങ്കിൽ എഴുതണം. ഇപ്പൊ അത് പ്രസക്തമല്ല. പിന്നെ സ്പാർക്ക് ബില്ലിലൊന്നും ഇത് ഈ രീതിയിൽ റെഡിങ്ങിലൊന്നും എഴുതാൻ കഴിയില്ല, പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യം, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ക്ലെയിം ചെയ്യുന്ന ബിൽ ഫോം. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് HBA, ജീവനക്കാരുടെ HBA ക്ലെയിം ചെയ്യുന്ന ബിൽ ഫോം എത്രയാണ്? അത് TR 42 ആണ്. TR 42 ആണ്. അടുത്ത ചോദ്യം, പുതുതായി അനുവദിക്കപ്പെട്ട ഓഫീസിലേക്ക് അനുവദിക്കപ്പെട്ട ഒരു സ്ഥിരം അഡ്വാൻസ് ഏത് ഫോമിൽ ക്ലെയിം ചെയ്യണം? ഏത് ഫോമിൽ ക്ലെയിം ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുതുതായി അനുവദിക്കപ്പെട്ട ഓഫീസിലേക്ക് അനുവദിക്കപ്പെട്ട ഒരു സ്ഥിരം അഡ്വാൻസ് അത് TR 42 ക്ലെയിം ചെയ്യേണ്ടത്. ഉത്തരം TR 42. അടുത്ത ചോദ്യം, ട്രഷറിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ബിൽ പാസ്സാക്കണമെങ്കിൽ ട്രഷറി ഓഫീസർ സാറ്റിസ്ഫൈഡ് ആകണം. എന്ത് സാറ്റിസ്ഫൈഡ് ആകണം എന്നാണ് ചോദ്യം. ട്രഷറിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ട്രഷറി ഓഫീസർ സാറ്റിസ്ഫൈഡ് ആകണം. എന്ത് സാറ്റിസ്ഫൈഡ് ആകണമെന്നാണ് ചോദ്യം. അപ്പോൾ അത് ബില്ല് ക്രമത്തിലാണെന്നും ഓർ ബില്ല് ഈസ് ഇൻ ഓർഡർ, ബില്ല് ഓർഡറിലാണ് അല്ലെ ക്രമത്തിലാണ്, അത് നിയമപരമാണ്, ക്ലെയിം അയാൾക്ക് അധികാരമുള്ള ഒന്നാണെന്നും ഉറപ്പായാൽ അത് പിന്നെ ട്രഷറിയിൽ സമർപ്പിക്കപ്പെട്ട അയാൾക്ക് ട്രഷറി ഓഫീസർക്ക് അത് സാറ്റിസ്ഫൈ ആവും. ബില്ല് ഈസ് ഇൻ ഓർഡർ ഒരു കണ്ടീഷൻ അതാണ്. ട്രഷറി ഓഫീസറെ ബോധ്യപ്പെടേണ്ട ഒരു കണ്ടീഷൻ, ബില്ല് ഈസ് ഇൻ ഓർഡർ, അത് ക്രമപ്രകാരമുള്ളതാണ്. രണ്ടാമത്തെ ക്ലെയിം, ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ക്ലെയിം അയാൾക്ക് അധികാരമുള്ള ഒന്നാണ്. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആയാൽ ട്രഷറി ഓഫീസർ ആ ബില്ല് പാസ്സാക്കാം. 5000 രൂപയിൽ, അടുത്ത ചോദ്യമാണ്, 5000 രൂപയിൽ കൂടുതലുള്ള തുകയ്ക്കുള്ള ഓരോ രസീതും റവന്യൂ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിടണമെന്നതിന് സമാനമായ KTC റൂള്. 5000 രൂപയിൽ കൂടുതലുള്ളതിന് എടുക്കണമെന്നുള്ള സ്റ്റാമ്പ് റൂള് 1899 ഒരു റൂളാണ്. അത് വരുന്നുണ്ട്. ആ 1899 റൂള് സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിലെ 1899 ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിലെ സെക്ഷൻ 3 പ്രകാരമാണ് അത് വന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് KTC റൂൾ ഏതാണെന്നാണ് ചോദിച്ചത്. റൂൾ 163S. 163S KTC വോളിയം 1 ഇക്കാര്യം പറയുന്നത്. അടുത്ത ചോദ്യം, കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ള ബില്ലുകൾ ആയത് ചെയ്തതിന് ശേഷം മാത്രമേ സമർപ്പിക്കാവൂ. എല്ലാ ബില്ലുകളും DDO തന്നെ ഒപ്പിട്ട് സമർപ്പിച്ചാൽ പോരാ. ചില ബില്ലുകൾക്ക് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുണ്ട്, തൊട്ടുയർന്ന ഓഫീസറുടെ കൗണ്ടർ സൈൻ ആവശ്യമുണ്ട്. അത് കൗണ്ടർ സൈൻ ആവശ്യമുള്ള ബില്ലുകൾ കൗണ്ടർ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം മാത്രമേ സമർപ്പിക്കാവൂ എന്ന് പറയുന്ന KTC റൂൾ ഏതാണ്? ഉത്തരം റൂള് 163H ആണ്. 163H KTC വോളിയം 1. അടുത്ത ചോദ്യം, റൂൾ 163C KTC വോളിയം 1 അനുസരിച്ച് മണി കോളത്തിലോ ബില്ലിന്റെ വിശദാംശങ്ങൾക്കായുള്ള കോളത്തിലോ ശൂന്യമായി അവശേഷിക്കുന്ന ഇടങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഒരു ബില്ലിന്റെ ടോട്ടൽ എമൗണ്ട്, ക്ലെയിം ടോട്ടൽ എമൗണ്ട് എഴുതുന്നിടത്ത് ഒരു കോളം ബാക്കിയായി, ഒരു കോളം ബ്ലാങ്ക് ആയി നിന്നു. അത്തരത്തിൽ ബ്ലാങ്ക് കോളംസ് ബില്ലിൽ നിന്നാൽ ഒരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ പിന്നെ ഒരു മാനിപ്പുലേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. എന്ത് ചെയ്യണമെന്നാണ് അത്. ഉത്തരം ഇതാണ്, ഒബ്ലീക്ക് ലൈൻസ് ഇടണമെന്നാണ്. ചെരിഞ്ഞ വരകളിട്ട് ആ കോളം ക്യാൻസൽ ചെയ്യാം. ചെരിഞ്ഞ വരകളിട്ട് ഒബ്ലീക്ക് ലൈൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അവിടെ ബില്ലിൽ ഒരു മാനിപ്പുലേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ചെയ്യുന്നത്. ബ്ലാങ്ക് കോളംസ്, ചിലപ്പോൾ ഫിഗേഴ്സ് എഴുതി 6 കോളമൊക്കെ ഉണ്ടാവും. അപ്പോൾ 5 കോളം കഴിഞ്ഞപ്പോൾ ഒരു കോളം ബ്ലാങ്ക് ആയി കിടന്നു. അപ്പൊ അവിടെ ഒരു ഫിഗർ എഴുതി ചേർക്കാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതുമാതിരി ചെയ്യുന്നത്. അടുത്ത ചോദ്യം,
സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾ ഉത്തരവിട്ട റിക്കവറീസ് എന്ത് ചെയ്യണമെന്നാണ്. സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങൾ ഉത്തരവിട്ട റിക്കവർ ചെയ്യാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ നമ്മൾ റിമൈൻഡറുകൾ ലഭിച്ചതിന് ശേഷം റിക്കവറി നടത്തണം. അവര് അയച്ചു, വീണ്ടും റിമൈൻഡർ അയച്ചു. ആ റിമൈൻഡറുകൾ നമ്മൾ നമ്മുടെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പിന്നെ റിക്കവറി പറഞ്ഞിരിക്കുന്ന റിക്കവറി DDO നടത്തണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത 2 ക്ലാസ് കൂടി കഴിഞ്ഞ് അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂറായി ക്വസ്റ്റ്യൻ. അപ്പം അതുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എപ്പിസോഡ് 9 ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. ചോദ്യരൂപത്തിൽ കൂടി കേൾക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ KTC നമുക്ക് ഫേവറായിട്ട് വരുന്നുണ്ടാവും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് 9 കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.